കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 5 വർഷത്തെ UDF ഭരണം ജനം മടുത്തെന്നും ഇടതുപക്ഷം വൻ ഭൂരിപക്ഷം നേടുമെന്നും യെച്ചൂരി നെടുമ്പാശ്ശേരിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് സീതാറാം യെച്ചൂരി കേരളത്തിലെത്തിയത്. Next government, LDF will form. The reason is what we have seen for the last 5 years, something which was unknown or unexpected in Kerala, the degree of corruption, the lack of governance. All these have contributed to the fact that people want a change. They want proper people's development and they want good governance. How many seats? How many seats will you expect from Kerala? How many seats you expect? That you must tell me, people of Kerala. But we will form the government. VS-നെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണമെന്നും കോടിയേരി പറഞ്ഞു. BJP കോൺഗ്രസ് കൂട്ടുകെട്ടാണ് നടക്കുന്നതെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് തുടർന്നാൽ ജനങ്ങൾ ഇടപെടുമെന്നാണ്. അതിൻ്റെ അർത്ഥം ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാർക്കുമെതിരെ ജനങ്ങൾ ഇടപെടണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് ഒരാക്രമണത്തിനുള്ള ആഹ്വാനമാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിക്കുന്നവരെ ആക്രമിക്കണമെന്നുള്ള ആഹ്വാനമാണ് ഇന്നലെ മുഖ്യമന്ത്രി പരസ്യമായി പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നിലപാട്. ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരിക്കലും അങ്ങനത്തെ ഒരു നിലപാട് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം ഇന്ന് ഇലക്ഷൻ രംഗത്ത് പരാജയം ഉറപ്പായതോടുകൂടി പരിഭ്രാന്തനായ ഉമ്മൻചാണ്ടിയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കൂടി കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ UDFകാർ പലയിടത്തും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. സമയപരിധി അവസാനിക്കുമ്പോൾ സംസ്ഥാനത്താകെ 1647 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. മറ്റന്നാളാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവരങ്ങളുമായി ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, എന്തൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ? മറ്റു വിവരങ്ങൾ കൂടി. സൂര്യരാജ്, നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞ ദിവസത്തോടെ അവസാനിച്ചിരുന്നു. അവസാന ദിവസം 1647 പത്രികകളാണ് സംസ്ഥാനത്തൊട്ടാകെയായി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇതിനോടകം തന്നെ അതാത് ഭരണാധികാരികൾക്ക് മുൻപിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് 5 മണിവരെയാണ് നിലവിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് അനുവദിച്ചിട്ടുള്ള സമയം. ഇതിൽ ചില കേന്ദ്രങ്ങളിൽ സമയം കൂടാനും ചിലയിടങ്ങളിൽ സമയം കുറയാനും ഇടയുണ്ട് എന്ന് അതാത് ജില്ലാ കളക്ടർമാർ അറിയിക്കുന്നുണ്ട്. അതാത് ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പുരോഗമിച്ചു വരുന്നതും. പ്രധാനമായും അപരന്മാരുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപരന്മാരുടെ പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ചില സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് PK ജയലക്ഷ്മിയുടെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. PK ജയലക്ഷ്മി 2011 സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യതയെ കാണിച്ചിരുന്നത് ഡിഗ്രി ആയിരുന്നു. എന്നാൽ ഇന്നലെ സമർപ്പിച്ച പത്രികയിൽ പ്രീ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യതയെ കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഒരു പരാതി പോയിട്ടുണ്ട്. ഇതിൽ സൂക്ഷ്മ പരിശോധനയിൽ ഇന്ന് ഭരണാധികാരി തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കും. മറ്റൊന്ന്, ഇതേ പ്രശ്നം തന്നെ KB ഗണേഷ് കുമാറിനെതിരെയുമുണ്ട്. KB ഗണേഷ് കുമാറിന്റെ വിഷയത്തിലും KB ഗണേഷ് കുമാർ സമർപ്പിച്ച പത്രികകളും കൃത്യമായി തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അതിലും ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. മറ്റൊന്ന് KK ഷാജുവുമായി ബന്ധപ്പെട്ടാണ്. KK ഷാജുവിന്റെ ജാതിയുമായി ബന്ധപ്പെട്ട് ആണ് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അതിനെതിരെയാണ് പരാതികൾ വന്നിട്ടുള്ളത്. ഇതിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ 3 സെറ്റുകളായിട്ടാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത്. ഈ 3 സെറ്റുകളുടെയും പരിശോധനകൾക്ക് ശേഷമാകും ഈ ഓരോരുത്തരുടെയും പത്രിക സംബന്ധിച്ചൊരു തീരുമാനം അതാത് ഭരണാധികാരികൾ സ്വീകരിക്കുക. ഏതായാലും വൈകിട്ട് 5 മണി വരെയാണ് നിലവിൽ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയം. ഇതിനുശേഷം 2-ാം തീയതിയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. 2-ാം തീയതി വൈകിട്ട് 5 മണി വരെ. 2-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമാകും അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചൊരു അന്തിമ ചിത്രം ലഭ്യമാവുക. ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള 5-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 3 ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ഹൂഗ്ലി ജില്ലയിലെ അരംബാഗിൽ അക്രമത്തിൽ CPIM പ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി M സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, പറയും.
സുരരാജ്, അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ സമാധാനപരമായിരുന്നെങ്കിലും ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഹൂഗ്ലി ജില്ലയിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഹൂഗ്ലി ജില്ലയിലെ അരംബാഗിൽ CPM പ്രവർത്തകർക്ക് നേരെ നടത്തിയ ആക്രമണത്തിലാണ് ഒരു CPM പ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. പോളിംഗ് ബൂത്തിലേക്ക് ബൂത്ത് ചെയ്യാൻ പോവുകയായിരുന്ന പ്രവർത്തകരെയാണ്, CPIM പ്രവർത്തകരെയാണ് തൃണമൂൽ ഗുണ്ടകൾ ആക്രമിച്ചത്. ആദ്യ 4 ഘട്ട തിരഞ്ഞെടുപ്പിലും വ്യാപക അക്രമ സംഭവങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നു. അർദ്ധസൈനിക വിഭാഗങ്ങളും സംസ്ഥാന പോലീസും ഉൾപ്പെടെ 90,000-ലധികം സുരക്ഷാ സൈനികരെയാണ് ഈ 3 ജില്ലകളിലായി വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1467 പ്രശ്നബാധിത ബൂത്തുകളിലും പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഘട്ടങ്ങളിൽ വ്യാപക അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലും ഇപ്പോൾ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ചെറിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളത് തന്നെയാണ്. സൗത്ത് 24 പർഗാനയിലും ഹൂഗ്ലി ജില്ലയിലും ദക്ഷിണ കൊൽക്കത്തയിലുമായി 53 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ 1 ഡസനിലധികം പ്രമുഖ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു എന്നുള്ള പ്രത്യേകതയും 5ാം ഘട്ടത്തിലുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി മമതാ ബാനർജി ഭവാനിപ്പൂർ മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടുകയാണ്. ഇവിടെ മമതയ്ക്കെതിരെ BJP രംഗത്ത് ഇറക്കിയിരിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ചന്ദ്രകുമാർ ബോസിനെയാണ്. അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. CPMന്റെയും നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ റോബിൻ ദേവ് ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ഏതായാലും വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 19% പേരാണ് 2 മണിക്കൂറിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ഏതായാലും കനത്ത പോളിംഗ് ആണ് ഗ്രാമീണ മേഖലകളിൽ രേഖപ്പെടുന്നത്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ എന്നതുപോലെ തന്നെ പോളിംഗ് 80% അടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സുരരാജ്. ശരി, സന്തോഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. മലപ്പുറം കോട്ടക്കൽ എടരിക്കോടിന് സമീപം ഇന്നോവ കാറിന് മുകളിലേക്ക് കണ്ടെയ്നർ ലോറി മറിഞ്ഞ് 4 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. ദേശീയപാതയിൽ പുലർച്ചെ 2:30 അപകടം. പരിക്കേറ്റവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു കാർ. ലോറിയിൽ അമിതമായി ഭാരം കയറ്റിയതും കാർ ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. 1991 കോലീബി സഖ്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്യാടൻ മുഹമ്മദ് എന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ വെളിപ്പെടുത്തൽ. 91 ഏപ്രിൽ 3 KPCC ഭാരവാഹി യോഗത്തിലാണ് RSS രഹസ്യധാരണയ്ക്കുള്ള നിർദ്ദേശം ആര്യാടൻ വെച്ചത്. നിർദ്ദേശം പിന്തുണയോടെ K കരുണാകരൻ നടപ്പാക്കിയെന്ന് അക്കാലത്ത് KPCC സെക്രട്ടറിയായിരുന്ന ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തി. കോൺഗ്രസ് ലീഗ് BJP ധാരണയുടെ പിന്നാമ്പുറ കഥകൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തിയത്. ചൂടിന് കാഠിന്യമേറിയതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായി. കുടിവെള്ള ക്ഷാമത്തിനൊപ്പം ചെറുമത്സ്യങ്ങൾ തീരം വിട്ട് ആഴക്കടലിലേക്ക് നീങ്ങിയതാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തിരിച്ചടിയായത്. കരയ്ക്കൊപ്പം കടൽ തീരവും ചുട്ടുപൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ചൂട് അസഹനീയമായതോടെ ചാള, നത്തോലി, വറ്റ, അയില തുടങ്ങിയ മത്സ്യങ്ങൾ തീരം വിട്ട് ഉൾക്കടലിലേക്ക് വലിയുകയാണ്. ഇതാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മീൻ ലഭിക്കാത്തതിനാൽ വള്ളത്തിനും മറ്റുമായുമെടുത്ത കടങ്ങൾ തിരിച്ചടക്കാൻ കഴിയാത്തത് പ്രയാസങ്ങൾ ഇരട്ടിയാക്കുന്നുവെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പറയുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ ഓരോ വള്ളത്തിൻ്റെ ഒരു യൂണിറ്റ് മീൻ പിടിച്ചാലും ഇല്ലെങ്കിലും 10 ലക്ഷം രൂപയുടെയെങ്കിലും പലിശ അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇതൊന്നും അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഓരോ കുടുംബവും ജപ്തി ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വൈപ്പിൻകരയിൽ ഒരു വീട് ജപ്തി ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആത്മഹത്യാ മുന്നമ്പയിലേക്ക് ഈ തൊഴിലാളി വിഭാഗത്തപ്പെടുകയാണ്. അത്ര കടുത്ത ചൂടാണ് തീരക്കടലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെറുമത്സ്യങ്ങൾ മുഴുവൻ തീരക്കടലിൽ വിട്ട് ആഴക്കടലിലേക്ക് പോയിരിക്കുകയാണ്. തീരമേഖലയിലെ കുടിവെള്ളക്ഷാമങ്ങൾക്കും അറുതിയില്ല. ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഇടക്കൊച്ചി, ചെറായി, വൈപ്പിൻ തുടങ്ങിയ മേഖലകളിൽ വസിക്കുന്നവരുടെ ആശ്രയം. മത്സ്യലഭ്യതയിലെ കുറവ് തൊഴിലാളികളെ പട്ടിണിയിലേക്കാണ് നയിക്കുക, ഒപ്പം കടക്കണിയിലേക്കും. ഈ വേളയിൽ കടങ്ങൾ എഴുതിത്തള്ളണമെന്നും അടിയന്തരമായി സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്.